ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ ആലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ കൊക്കക്കോളയുടെ അല്ലെങ്കിൽ പെപ്സിയുടെയൊക്കെ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും കൊതിയാവുന്ന രീതിയിൽ ഇതുപോലെ 10 മണിച്ചെടികൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേപോലെയുള്ള ബോട്ടിലുകൾ എടുത്തിട്ട് നമുക്കൊരു ബ്ലേഡോ അതല്ലെങ്കിൽ കത്തിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ കൊക്കക്കോളയുടെ അല്ലെങ്കിൽ പെപ്സിയുടെയോ കുപ്പി ഇതേപോലെ ഒരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ശേഷം ഒരു ബ്ലേഡോ അതല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യമേ മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച 2 ബോട്ടിലുകൾ ഇതേപോലെ നമുക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ചെറിയ മാർക്കർ ഉപയോഗിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചെറിയ കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കിക്കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ബോട്ടിലുകൾ തുളച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ തുളച്ചെടുത്ത ഈ ബോട്ടിലുകളുടെ ഈ തുളയുടെ ഉള്ളിലൂടെ ചെറിയ ടൈ, അതായത് നമുക്ക് 25 രൂപയൊക്കെ കൊടുത്താൽ 25 കിട്ടുന്ന ചെറിയ ടൈകളൊക്കെ നമ്മുടെ കടയിൽ കിട്ടും. അങ്ങനത്തെ ചെറിയ ടൈ ഉപയോഗിച്ച് ഇതേപോലെ കോർത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാവുന്നതാണ്. ടൈ ഉപയോഗിച്ച് നമ്മൾ ഈ ബോട്ടിലുകൾ കെട്ടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒരു വളഞ്ഞ രീതിയിൽ, അതായത് നമുക്ക് ഭിത്തിയിൽ നിന്ന് മുറ്റത്തേക്ക് വളഞ്ഞ രീതിയിൽ വരാവുന്ന രീതിയിൽ ഒരു ആർച്ച് മോഡലിൽ വേണം നമ്മൾ ഈ ബോട്ടിലുകൾ കെട്ടി വെക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ അതുമായിട്ട് നമ്മൾ ചെറിയ ഹോളിട്ട് ടൈ ഇട്ട് തന്നെ നമുക്ക് ഇതേപോലെ ബന്ധിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചേക്കണ നമ്മുടെ ബോട്ടിലിന് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പിയുടെയോ അതല്ലെങ്കിൽ സ്റ്റേ വയറിൻ്റെയോ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ വീണ്ടും നമ്മൾ ആ ബോട്ടിലിന് കെട്ടി നമ്മൾ ടൈ ഉപയോഗിച്ച് കെട്ടി നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു ബേസൺ, അതായത് പഴയ ഏതെങ്കിലും ഒരു ബേസൺ എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ചെടി നടുന്നതിനായിട്ട് ബോട്ടിലിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇതേപോലെ ഹോളിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി ഹോളിട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ മണ്ണ് ഇച്ചിരി വളവുമായിട്ട് ഏതെങ്കിലും ജൈവ വളങ്ങളുമായിട്ട് ചേർന്ന് മിക്സ് ചെയ്ത നല്ല ഇളക്കമുള്ള മണ്ണ് വേണം നമ്മൾ ചെടി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ബോട്ടിലിൽ ഒരിക്കലും മണ്ണ് കട്ട പിടിച്ചു പോകരുത്. ചെടിയുടെ വേര് നന്നായിട്ട് പാസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വളം വലിച്ച് നിറയെ പൂക്കൾ അതിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നമുക്ക് കുപ്പിയിലേക്ക് മണ്ണ് നിറയ്ക്കാവുന്നതാണ്.
ശരിയായതിനു ശേഷം ഇതുപോലെ നമ്മൾ എവിടെയാണോ നമ്മൾക്ക് ചെടി വളർത്തേണ്ടത് അവിടെ ഭിത്തിയിൽ നമ്മൾ ഒരു ഹോൾ ഇട്ട ശേഷം ഈ ബേസൺ അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിൽ ആ ഭിത്തിയിൽ ഉറപ്പിച്ച് നിർത്താവുന്നതാണ്. ബോട്ടിൽ താഴത്ത് വെക്കുന്ന ആ സ്ഥലത്തെ മണ്ണ് ഇതേപോലെ നന്നായിട്ട് കളച്ച് മറച്ച് നന്നായിട്ട് പൊടിച്ച് ഏതെങ്കിലും ജൈവവളം ചേർത്ത് നമ്മൾ ശരിയാക്കി ഇടേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തും നമുക്ക് ഇതേപോലെ ചെടികൾ നട്ടു കൊടുക്കേണ്ടതാണ്. അതിനാലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 10 മണി ചെടികൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള, അതായത് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന 10 മണി ചെടികളിൽ നിന്ന് കുറച്ച് തണ്ടുകൾ നമ്മൾ അടർത്തിയെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇത് നോക്കിയിട്ട് വേണം അടർത്തിയെടുക്കാൻ. അപ്പോൾ കുറച്ച് തണ്ടുകൾ ഇതേപോലെ നമ്മൾക്ക് അടർത്തിയെടുത്തിട്ട് വേണം നമ്മൾ അതിനകത്ത് നടാനായിട്ട്. ഓക്കെ. ചെടികൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത ശേഷം മാത്രം നമ്മൾ 1, 2, 3 ചെടികൾ ഒരു ഹോളിൽ ഇറക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ തുളച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഹോളുകളിലും നമ്മൾ ചെടികൾ നട്ടു കൊടുക്കുക. കൂടാതെ നമ്മുടെ താഴത്ത് നമ്മൾ ഇളക്കി മറച്ചിട്ടാണ് മണ്ണിലും ഇതേപോലെ തന്നെ നമുക്ക് തൈകൾ വെച്ച് കൊടുക്കാവുന്നതാണ്. തൈകൾ നട്ടതിന് ശേഷം ഇതേപോലെ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ വളരെ വേഗത്തിൽ തൈകൾ വളർന്ന് വലുതാകുകയുള്ളൂ. തൈകൾ നട്ട് ഏകദേശം ഒരു 15 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് ചെടികൾ വളർന്ന് പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നതാണ്. 10 മണി ചെടികൾക്ക് കൂടുതൽ വെള്ളം ഉണ്ടായാൽ അത് ചീഞ്ഞു പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം വെള്ളാംശം നിൽക്കാതെ ഇതേപോലെ സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചെടി നട്ട് ഏകദേശം 20 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ചെടിയിൽ അതിമനോഹരമായിട്ട് നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും.